എല്ലാവർക്കും ദൈവീകത്തിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വീട്ടിലേക്ക് എപ്പോഴെങ്കിലും ഒരു അപരിചിതമായ പൂച്ച കയറി വന്നിട്ടുണ്ടോ? അത് വെറുമൊരു സാധാരണ കാര്യമാണെന്ന് കരുതി നിങ്ങൾ അതിനെ ആട്ടിയോടിച്ചിട്ടുണ്ടാകാം. ചിലർ പറയും പൂച്ച വന്നാൽ ദാരിദ്ര്യമാണെന്ന്, മറ്റു ചിലർ അതിനെ അശുഭലക്ഷണമായി കാണുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവർ തന്നെ പറഞ്ഞിട്ടുണ്ടാകും, അന്യരുടെ പൂച്ചയോ പട്ടിയോ വീട്ടിൽ കയറി വരുന്നത് നല്ലതല്ലെന്ന്. എന്നാൽ ശ്രദ്ധിക്കുക, പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന വളരെ വലിയൊരു സന്ദേശമായിരിക്കാം ആ മിണ്ടാപ്രാണിയിലൂടെ നിങ്ങളുടെ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നത്. സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാമോ? ഈ പ്രപഞ്ചത്തിൽ ഒന്നും വെറുതെ സംഭവിക്കുന്നില്ലെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ പോലുമറിയാതെ നമ്മുടെ വീടിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില നെഗറ്റീവ് എനർജികളെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ വലിയൊരു സൗഭാഗ്യം നിങ്ങളെ തേടി വരുന്നുണ്ടെന്ന് അറിയിക്കാനോ ആകാം ആ മൃഗം നിങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. പൂച്ചകൾക്ക് നമ്മൾ മനുഷ്യരെക്കാൾ ആറാം ഇന്ദ്രിയം കൂടുതലാണ്. അവർക്ക് ഊർജ്ജങ്ങളെ കാണാനും അനുഭവിക്കാനും കഴിയും. നിങ്ങളുടെ വീട്ടിൽ ഒരു പൂച്ച സ്ഥിരമായി വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം വന്ന് അവിടെ തങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അതിനു പിന്നിൽ അതിശയകരമായ ചില ആത്മീയ രഹസ്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കാതെ അവരെ ഉപദ്രവിക്കുമ്പോഴാണ് നമ്മൾ വലിയ തെറ്റുകൾ ചെയ്യുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് പലർക്കും അറിയാത്ത ആ വലിയ രഹസ്യങ്ങളെക്കുറിച്ചാണ്. ഈ കാര്യങ്ങൾ അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ ഒരു പൂച്ചയെയും വീട്ടിൽ നിന്ന് ആട്ടിയോടിക്കില്ല. അവസാനമായി പറയുന്ന ആ ഒരു കാര്യം കൂടി നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന പല തടസ്സങ്ങളും അത്ഭുതകരമായി വഴിമാറുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം മൃഗങ്ങൾക്ക് പ്രപഞ്ചവുമായി വളരെ അടുത്ത ബന്ധമുണ്ടെന്നതാണ്. പുരാതന കാലം മുതൽക്കേ ലോകമെമ്പാടുമുള്ള സംസ്കാരങ്ങളിൽ പൂച്ചകൾക്ക് വലിയ സ്ഥാനമുണ്ട്. ഈജിപ്തുകാർ പൂച്ചകളെ ദൈവങ്ങളെപ്പോലെയാണ് ആരാധിച്ചിരുന്നത്. അവർ വിശ്വസിച്ചിരുന്നത് വീടിനെ ദുഷ്ടശക്തികളിൽ നിന്നും രക്ഷിക്കാൻ ഈശ്വരൻ അയക്കുന്ന കാവൽക്കാരാണ് പൂച്ചകളെന്നാണ്. അതുപോലെ തന്നെ ഹൈന്ദവ വിശ്വാസപ്രകാരം പൂച്ചകളെ പലപ്പോഴും ഷിഷ്ടി ദേവിയുടെയും മറ്റും വാഹനമായി കണക്കാക്കാറുണ്ട്. ജ്യോതിഷപരമായി നോക്കുമ്പോൾ പൂച്ചകൾക്ക് രാഹു, കേതു എന്നീ നവഗ്രഹങ്ങളുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ പെട്ടെന്ന് ഒരു പൂച്ച വന്നു കയറുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിലെ വാസ്തുവിലോ അല്ലെങ്കിൽ അവിടെയുള്ള ഊർജ്ജത്തിലോ എന്തോ ഒരു വലിയ മാറ്റം നടക്കുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. വീട്ടിൽ ഒരുപാട് നെഗറ്റീവ് എനർജിയുള്ള സമയത്ത്, അതായത് കുടുംബാംഗങ്ങൾ തമ്മിൽ നിരന്തരമായ വഴക്കുകൾ, വിട്ടുമാറാത്ത അസുഖങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തിക തകർച്ചകൾ എന്നിവയുള്ളപ്പോൾ, ആ നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാൻ പ്രപഞ്ചം തന്നെ അയക്കുന്ന ചില ജീവനുള്ള സ്പോഞ്ചുകളാണ് പൂച്ചകളെന്ന് ആത്മീയ ശാസ്ത്രം പറയുന്നു. ഒരു പൂച്ച നിങ്ങളുടെ വീട്ടിൽ വന്ന് സ്വസ്ഥമായി ഉറങ്ങുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വീടിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക കോണിൽ അവർ നിരന്തരം കിടക്കുന്നുണ്ടെങ്കിൽ, ആ ഭാഗത്തെ നെഗറ്റീവ് എനർജിയെ അത് പൂർണ്ണമായും ഇല്ലാതാക്കുന്നുവെന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിന്റെ ഏത് ഭാഗത്താണോ പൂച്ച വന്ന് കിടക്കുന്നത്, ആ ഭാഗത്ത് എന്തെങ്കിലും വാസ്തുദോഷങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടാൻ ഈ മൃഗത്തിന്റെ സാന്നിധ്യം സഹായിക്കുമെന്ന് പറയപ്പെടുന്നു. പലരും കറുത്ത പൂച്ചകളെ കാണുന്നത് വലിയ ഭയത്തോടെയാണ്. കറുത്ത പൂച്ച കുറുകെ ചാടിയാൽ പോകുന്ന കാര്യം നടക്കില്ല, യാത്ര മുടങ്ങും എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് പേർ നമുക്കിടയിലുണ്ട്. എന്നാൽ സത്യം അതല്ല. പ്രകൃതിയിൽ കറുത്ത നിറം എപ്പോഴും നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കുന്ന ഒന്നാണ്. ഒരു കറുത്ത പൂച്ച നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീടിന് നേരെ വന്ന വളരെ വലിയൊരു ദൃഷ്ടിദോഷത്തെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അസൂയ കൊണ്ടുള്ള ദുർമന്ത്രവാദത്തെയോ അത് തടഞ്ഞു നിർത്തിയെന്നാണ് തന്ത്രശാസ്ത്രം പറയുന്നത്. അതായത് നിങ്ങൾക്ക് വരാനിരുന്ന വലിയൊരു ആപത്തിനെ ആ മൃഗം സ്വന്തം ശരീരത്തിലേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ വെളുത്ത പൂച്ചകൾ സമാധാനത്തിന്റെയും ആത്മീയമായ വളർച്ചയുടെയും ലക്ഷണമാണ്. ഒരു വെളുത്ത പൂച്ച നിങ്ങളുടെ വീട്ടിൽ വന്നാൽ അത് ആ വീട്ടിലേക്ക് സമാധാനവും ഐശ്വര്യവും കടന്നുവരുന്നതിന്റെ സൂചനയായി വേണം കാണാൻ. സ്വർണ്ണ നിറമുള്ള അല്ലെങ്കിൽ തവിട്ട് നിറമുള്ള പൂച്ചകൾ സാക്ഷാൽ ലക്ഷ്മീ കടാക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത്തരം പൂച്ചകൾ വീട്ടിൽ വരുന്നത് സാമ്പത്തികമായ അഭിവൃദ്ധി ഉടൻ തന്നെ നിങ്ങളെ തേടിയെത്തുമെന്നതിന്റെ പ്രപഞ്ചത്തിന്റെ ഒരു സന്ദേശമാണ്. അതിനാൽ വെറുതെ നിറം നോക്കിയോ അന്ധവിശ്വാസങ്ങളുടെ പുറത്തോ അവരെ ഒരിക്കലും അകറ്റാതിരിക്കുക. അവർ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾക്ക് നല്ലത് വരുത്താൻ വേണ്ടി മാത്രമാണ്. ഹൈന്ദവ ധർമ്മത്തിൽ പഞ്ചമഹായജ്ഞങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഒന്നാണ് ഭൂതയജ്ഞം, അഥവാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഭക്ഷണം നൽകുന്നത്. ഒരു ജീവിക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന പുണ്യം വളരെ വലുതാണ്. വിശന്നിരിക്കുന്ന ഒരു പൂച്ചയ്ക്ക് കുറച്ചു പാൽ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ബാക്കി വന്ന കുറച്ചു ഭക്ഷണം കൊടുക്കുമ്പോൾ, അവരുടെ വയർ നിറയുന്നതിനൊപ്പം നിങ്ങളുടെ അനേക ജന്മങ്ങളിലെ കർമ്മദോഷങ്ങൾ കൂടിയാണ് കുറയുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. കൊടുത്താൽ കിട്ടുമെന്നാണല്ലോ പ്രപഞ്ചത്തിന്റെ പ്രമാണം. പ്രപഞ്ചത്തിലെ ഒരു ചെറിയ ജീവിയോട് നിങ്ങൾ കാണിക്കുന്ന കരുണ, നാളെ നിങ്ങൾക്ക് വലിയൊരു ഭാഗ്യമായി, ചിലപ്പോൾ ഒരു പുതിയ ജോലിയായി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വലിയ ആഗ്രഹം സാധിച്ചു കിട്ടുന്ന രൂപത്തിൽ നിങ്ങളിലേക്ക് തന്നെ മടങ്ങിവരും. ഇതാണ് പ്രപഞ്ചത്തിന്റെ മാറ്റാൻ കഴിയാത്ത നിയമം. നമ്മൾ പലപ്പോഴും ക്ഷേത്രങ്ങളിലും മറ്റും വഴിപാടുകൾ നടത്താനായി ആയിരക്കണക്കിന് രൂപ ചിലവാക്കാറുണ്ട്. എന്നാൽ നമ്മുടെ മുറ്റത്ത് വിശന്നു വരുന്ന ഒരു മിണ്ടാപ്രാണിക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നമ്മൾ മടിക്കുന്നു. സാക്ഷാൽ ഈശ്വരൻ കുടികൊള്ളുന്നത് ഈ സാധു ജീവികളിലാണെന്ന് നമ്മൾ മറന്നുപോകുന്നു. അവർ വയറുനിറഞ്ഞ് നിങ്ങളെ നോക്കി പുറപ്പെടുവിക്കുന്ന ആ ഒരു ശബ്ദമില്ലേ, അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇനി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ പൂർണ്ണമായും മാറണം.
വീട്ടിൽ ഒരു മിണ്ടാപ്രാണി വരുമ്പോൾ അതിനെ ഒരു ബാധ്യതയായി ഒരിക്കലും കാണരുത്. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ ഇവറ്റകൾക്ക് ഭക്ഷണം കൊടുക്കാൻ എവിടെ നിന്ന് പണം കണ്ടെത്തുമെന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. പക്ഷേ ഓർക്കുക, നിങ്ങളുടെ വീട്ടിലെ ഒരംഗമായി അതിനെ സ്വീകരിക്കുമ്പോൾ അതിനുള്ള വക കൂടി ഈ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകിയിരിക്കും. ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം പ്രകാരം നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ഇതൊരു ശല്യമാണല്ലോ, ഇവറ്റകൾ കാരണം എന്റെ വീട്ടിൽ ദാരിദ്ര്യം വരുമെന്ന് ചിന്തിച്ചാൽ അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. കാരണം നിങ്ങളുടെ ചിന്തകൾ നെഗറ്റീവാണ്. പകരം നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന ആ ജീവിയെ നോക്കി വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഇങ്ങനെ ചിന്തിക്കുക: എന്റെ വീട്ടിലേക്ക് ഐശ്വര്യവും സമാധാനവും കടന്നു വന്നിരിക്കുന്നു. ഈ ജീവിയിലൂടെ പ്രപഞ്ചം എനിക്ക് വലിയൊരു കാവൽ ഒരുക്കിയിരിക്കുകയാണ്. എന്റെ ദുഃഖങ്ങളെല്ലാം ഇതോടെ അവസാനിക്കുകയാണ്. ഈ വാക്കുകൾ നിങ്ങളുടെ ഉദ്ബോധമനസ്സിലേക്ക് ആഴത്തിൽ പതിയണം. വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും നിങ്ങളുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകളെ പൂർണ്ണമായും മാറ്റി ഈ പോസിറ്റീവ് അഫർമേഷനുകൾ നൽകാൻ തുടങ്ങുക. കണ്ണുകൾ അടച്ചുപിടിച്ച് പൂർണ്ണ വിശ്വാസത്തോടെ ഇങ്ങനെ പറയുക: എന്റെ വീട് പൂർണ്ണമായും സുരക്ഷിതമാണ്. പ്രപഞ്ചത്തിലെ എല്ലാ നല്ല ഊർജ്ജവും സ്നേഹവും എന്റെ വീട്ടിലേക്ക് എളുപ്പത്തിൽ ഒഴുകിയെത്തുന്നു. എന്റെ ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളോടും ഞാൻ സ്നേഹവും കരുണയും കാണിക്കുന്നു. എന്റെ സാമ്പത്തിക തടസ്സങ്ങളെല്ലാം നീങ്ങി എന്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യവും സമ്പത്തും വരാൻ പോകുന്നു. ഈ വാക്കുകൾ ഒരു 21 ദിവസം തുടർച്ചയായി നിങ്ങൾ പറഞ്ഞു നോക്കൂ. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഊർജ്ജത്തിൽ വരുന്ന മാറ്റവും സാമ്പത്തികമായ ഉയർച്ചയും നിങ്ങൾക്ക് നേരിട്ടനുഭവിക്കാൻ കഴിയും. നിങ്ങളുടെ മനസ്സിലെ ഭയവും സങ്കടങ്ങളും ദേഷ്യവും മാറി അവിടെ വലിയൊരു പ്രത്യാശയും സമാധാനവും നിറയും. നമ്മൾ ഉച്ചരിക്കുന്ന ഓരോ വാക്കും പ്രപഞ്ചത്തിലേക്കുള്ള വലിയ സന്ദേശങ്ങളാണ് എന്ന് എപ്പോഴും ഓർക്കുക. ജീവിതത്തിൽ യാദൃശ്ചികമായി ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ലോകത്തുള്ള സകല മനുഷ്യരും നിങ്ങളെ കൈവിട്ടു എന്ന് തോന്നുന്ന സമയത്ത്, ഒരു മനുഷ്യൻ പോലും നിങ്ങളെ തിരിഞ്ഞു നോക്കാത്ത സമയത്ത് ഒരു മിണ്ടാപ്രാണി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഈശ്വരന്റെ തന്നെ മറ്റൊരു രൂപമായി നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ കർമ്മങ്ങൾ ശുദ്ധമാണെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവർക്ക് നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ എങ്കിൽ പ്രകൃതി എപ്പോഴും നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ടാകും. അതിന് അവർ തിരഞ്ഞെടുക്കുന്ന വഴികൾ ചിലപ്പോൾ ഇതുപോലെ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന ഒരു പൂച്ചയുടെയോ നായുടെയോ ഒക്കെ രൂപത്തിലായിരിക്കും. ഇനി നിങ്ങളുടെ വീട്ടിൽ ഒരു പൂച്ച വന്നാൽ ഒരിക്കലും സങ്കടപ്പെടരുത്, ദേഷ്യപ്പെടരുത്, അവരെ അടിച്ചു പുറത്താക്കരുത്. നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഒരു നേരത്തെ ഭക്ഷണമോ കുറച്ചു വെള്ളമോ നൽകുക. ആ ഒരു പ്രവൃത്തി നിങ്ങളുടെ ജീവിതം മാറ്റും. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വീട്ടിലേക്ക് ഐശ്വര്യത്തെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ തയ്യാറാണ് എന്ന് കമന്റ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. നന്ദി.